താരസംഘടന അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖിനെ തെരഞ്ഞെടുത്തു. ജഗദീഷും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരും ബാബുരാജ സെക്രട്ടറിയുമായും തെരഞ്ഞെടുക്കപ്പെട്ടു. അശ്വതിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിന്. അശ്വതി, ഇന്ന് യോഗം ചേർന്നിരുന്നു. ഇതിലാണോ തെരഞ്ഞെടുപ്പ് നടന്നത്? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ഭദ്ര, ഇന്ന് രാവിലെ മുതൽ ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുകയാണ്. വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. നടൻ സിദ്ദീഖാണ് ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ട് എത്തുന്നത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിന് ശേഷം ഇവിടെ വോട്ടെടുപ്പ് ഉണ്ടായി. അതിലാണ് ഇപ്പോൾ സിദ്ദീഖിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അമ്മയുടെ 3 വർഷത്തിലൊരിക്കലുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിലാണ് ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പുതിയ അംഗങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കടുത്ത മത്സരമായിരുന്നു നടന്നത്. കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് സിദ്ദീഖിനെതിരെ മത്സരിച്ചത്. ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ നേരത്തെ തന്നെ സിദ്ദീഖിനായിരുന്നു. കാരണം മോഹൻലാലുമായി ഏറെ അടുപ്പമുള്ള വ്യക്തി കൂടിയാണ് സിദ്ദീഖ്. ആ നിലയിൽ സിദ്ദീഖിന് വലിയ രീതിയിലുള്ള പിന്തുണ, ഒരു മേൽക്കൈ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്നു. 4 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു കുക്കു പരമേശ്വരൻ. ഉണ്ണി ശിവപാൽ 2018-21 കാലത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച 3ാമത്തെ ആളായ മഞ്ജുപിള്ള പരാജയപ്പെടുകയാണ് ചെയ്തത്. കുക്കു പരമേശ്വരൻ, അനൂപ് ചന്ദ്രൻ, ജയൻ ചേർത്തല എന്നിവർ നേരത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയെങ്കിലും മോഹൻലാൽ എത്തിയതോടുകൂടി അത് പിന്മാറുകയായിരുന്നു. ട്രഷറർ പദവിയിലേക്ക് നടൻ ഉണ്ണി മുകുന്ദൻ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ചെയ്തത്. കഴിഞ്ഞ ഭരണസമിതിയിൽ കമ്മിറ്റി അംഗമായിരുന്നു നടൻ. സിദ്ദീഖിന്റെ പിൻഗാമിയായിട്ടാണ് ഉണ്ണി മുകുന്ദൻ ട്രഷറർ സ്ഥാനത്തേക്ക് എത്തിയത്. ഏതായാലും 25 വർഷത്തിന് ശേഷമാണ് ഇടവേള ബാബു ഈ സ്ഥാനം ഒഴിഞ്ഞ് സിദ്ദീഖ് ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്നും വളരെ ശ്രദ്ധേയമാണ്. ഇനി നേതൃസ്ഥാനത്തേക്ക് ഉണ്ടാകില്ല, പുതിയ ആളുകൾ വരട്ടെ എന്ന് ഇടവേള ബാബു നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതാണ് ഇവിടെ നിന്നും ഉള്ള വാർത്തകൾ. മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വോട്ടെണ്ണൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇടവേള ബാബുവിന്റെ പിൻഗാമിയായിട്ട് സിദ്ദീഖ് ഈ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായും അശ്വതി, എന്തായാലും മഞ്ജുപിള്ള മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷേ മഞ്ജുപിള്ള അവസാനം പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഇതോടുകൂടി അമ്മ സംഘടനയുടെ ഒരു തലപ്പത്തേക്ക് സ്ത്രീ പ്രാതിനിധ്യം ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ജനറൽ, അതായത് 4 അംഗങ്ങളെങ്കിലും വനിതകൾ ഉണ്ടായിരിക്കണം എന്നതാണ് അമ്മ സംഘടനയുടെ ഒരു ഘടന. അതിന്റെ ഭരണഘടന അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് എത്തുന്ന ആളുകളെ കൂടി ഇനി അതിന്റെ ഔദ്യോഗിക ഫലം, അന്തിമ ഫലം എത്താനുണ്ട്. അതുകൂടി എത്തുമ്പോൾ മാത്രമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, അശ്വതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി സിദ്ദീഖിനെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ജഗദീഷും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാര്. സെക്രട്ടറിയായി ബാബുരാജിനെയും തെരഞ്ഞെടുക്കപ്പെട്ടു. മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അതിന്റെയും വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കും.